ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടെ ഒരുമിച്ച് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവാണ്. അപ്പം അതിനുവേണ്ടി ഒരുങ്ങണം ഇനി. ഹായ് ഗായ്സ്, അതിരാവിലെ കുളിച്ചൊരുങ്ങി ഞാൻ അമ്പലത്തിൽ പോവാണ്. ഇത് പറശ്ശിനിയുടെ ഫ്രണ്ട് ഗേറ്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റെപ്സ് ആണ്. ഈ സ്റ്റെപ്സിൻ്റെ അവിടെയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല രസമാണ് ഇവിടെ. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് സ്റ്റെക്കായിപ്പോയി. ഇഷ്ടം വഴി തീർന്നു എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ചന്തകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഓക്കെ ആയി. പറശ്ശിനിയിൽ നമുക്ക് എൻട്രൻസ് തൊട്ടേ കുറേ കടകളുണ്ടാവും കേട്ടോ. മീൻസ് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ പറശ്ശിനിയിൽ വന്നിട്ടുണ്ടാകും. കുറച്ച് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെ സാധനങ്ങളൊക്കെ കിട്ടും. എല്ലാം നമുക്ക് വീട്ടിൽ ഡെക്കോറിനും കാര്യങ്ങൾക്കും എല്ലാ സാധനങ്ങളും തന്നെ ഇവിടുന്ന് കിട്ടും കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മീൻസ് എല്ലാ കടകളിലോട്ടാണ് കണ്ണ്. എന്ത് മേടിക്കണം എന്നിങ്ങനെ തിരിയാണ്ടുള്ള നടത്താണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ഈ നടത്തം കാണുമ്പോൾ അറിയാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ ഞങ്ങളിന്ന് പറശ്ശിനിക്ക് എത്തിയത്. കാരണം ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇന്നൊന്ന് പറശ്ശിനിക്ക് പോയാലോ എന്ന്. അമ്പലത്തിൽ പോകുന്ന തീരുമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് കയറിയപ്പം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അവിടെ ഉള്ളിൽ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് മുത്തപ്പൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ എത്തിയത് നല്ല കറക്റ്റ് ടൈമിലായിരുന്നു. വെള്ളാട്ടവും വലിയ മുത്തപ്പനും എല്ലാവരും ഉണ്ടായിരുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ ആസ്വദിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിത് മുത്തപ്പൻ്റെ അടുത്തെത്തി കൊട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. കണ്ണൂർക്കാർക്ക് എന്തായാലും മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നേർച്ച കഴിക്കണം. ഇന്ന് കടലയും തേങ്ങാക്കൊത്തുമായിട്ട് നമുക്ക് കിട്ടിയത്. ചില ദിവസങ്ങളിൽ പയറും കിട്ടാറുണ്ട്. ഇതിവിടെ മുഖ്യമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കുറേ ഷോർട്സൊക്കെ ഇങ്ങനെ എടുത്തു. അതെടുക്കാം ഇതെടുക്കാം. പിന്നെ ഞാൻ ഒരു മുത്തപ്പൻ്റെ ഫോട്ടോ മേടിച്ചിട്ടോ. എനിക്കങ്ങനെ ഒരുപാട് കമ്മൽ കളക്ഷൻസ് ഉള്ള ആളല്ല കേട്ടോ ഞാൻ. പക്ഷേ ഇവിടെ കുറേ നല്ല മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കടകളിൽ കയറി ഓരോ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു മുത്തപ്പൻ്റെ ഫോട്ടോ മേടിച്ചു, ഒരു കൃഷ്ണനെ മേടിച്ചു, പിന്നെ കുറച്ച് വളകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് നോക്കി മേടിക്കണോ വേണ്ടേന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഈ ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ ഞാൻ കൃഷ്ണനെ മേടിച്ച്. എനിക്ക് നല്ലൊരു അടിപൊളി കൃഷ്ണനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിഷു അല്ലേ വരുന്നത്, അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഏത് കൃഷ്ണനെയാണ് മേടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഷോപ്പ് എത്തിയപ്പോഴത്തേക്കും കടയിലെ ചേച്ചി പറഞ്ഞു ഇവിടെ പ്രേമലുവിലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന അഖിലൊക്കെ വന്ന് കുപ്പിവെള്ളം മേടിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് കുപ്പിവെള്ളം മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്.